സ്വാശ്രയ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനത്തിൽ UGC മാനദണ്ഡം നിർബന്ധമാക്കി കാലിക്കറ്റ് സർവകലാശാല. ഇതോടെ നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ആശങ്കയിലാണ്. വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ഇളവ് നൽകണമെന്നാണ് ആവശ്യം. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മുൻപ് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം നടപ്പാക്കിയ നിർദ്ദേശം പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിയമനം എന്നുള്ളത് ഗവർണർ നിർദ്ദേശം നൽകിയതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അത് ആശങ്കയിലാക്കുന്ന അധ്യാപകരാണ്, നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെയാണ് അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, അതായത് 10 മാസം മുൻപ് ഇതേ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരുന്നു, ഉത്തരവിറക്കിയതാണ്. പക്ഷേ അധ്യാപകർ സമരം പ്രഖ്യാപിച്ചോ, ചോദ്യപേപ്പർ മൂല്യനിർണ്ണയ ക്യാമ്പ് ഉൾപ്പെടെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി യൂണിവേഴ്സിറ്റി അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോഴിത് ചാൻസലറായ ഗവർണർ ഇത് നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. സമാനമായ രീതിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും സർക്കുലർ പുറത്തിറക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് കോളേജ് അധ്യാപകർക്ക് നെറ്റ് അല്ലെങ്കിൽ PhD ഇതിലേതെങ്കിലും ഒരു യോഗ്യത വേണമെന്നാണ് UGCയുടെ നിർദ്ദേശം. ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഇല്ലാതെ അധ്യാപക നിയമനം പാടില്ല എന്നാണ് സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സ്വാശ്രയ കോളേജുകളിൽ ധാരാളം അധ്യാപകർ ഈ യോഗ്യത ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. PG മാത്രം പഠിച്ച ശേഷം ജോലി ചെയ്യുന്ന അധ്യാപകർ ധാരാളമുണ്ട്. പക്ഷേ അവർക്ക് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് അധ്യാപക സംഘടനകൾ പറയുന്നത്. 2021 സ്വാശ്രയ നിയമം നടപ്പാക്കിയ ഘട്ടത്തിൽ ഇത്തരത്തിൽ യോഗ്യത ഇല്ലാത്തവർക്ക് യോഗ്യത നേടാൻ ഇളവ് സർക്കാർ അനുവദിച്ചിരുന്നു. അത്തരത്തിലൊരു ഇളവ് വേണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരത്തിലൊരു വ്യക്തത ഗവർണറോ യൂണിവേഴ്സിറ്റിയോ നൽകിയിട്ടില്ല. നിലവിലെ നിയമപ്രകാരം യോഗ്യത നെറ്റോ അല്ലെങ്കിൽ PhD നിർബന്ധമാണെന്നാണ് സർവകലാശാല പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് അധ്യാപകർക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ട്. സമരവുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമര തീയതി അധ്യാപക സംഘടനകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ശ്രുതി, അതെ, നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഈ തീരുമാനം എന്നുള്ളതാണ്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.